ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് പുതിയ വർക്കാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഒരു പർദ്ദ ഡിസൈനും ഒരു കുർത്തി ഡിസൈനും. അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് കാണിക്കാം. ഇതാണ് കുർത്തി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു ഡിസൈൻ വർക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് എംബ്രോയിഡറി ആണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് ബീഡ്സ് വെച്ചിട്ട്, കട്ട് ബീഡ്സ് വെച്ചിട്ടുണ്ട്, ഷുഗർ ബീഡ്സ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ലോങ് ഫ്രഞ്ച് നോട്ട്, ചെല്ല വർക്ക്, ഇതെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് രണ്ട് കളർ വെച്ചിട്ടാണ്, രണ്ട് ഷെയ്ഡ് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത് ലൈറ്റ് ഷെയ്ഡും ഇത് ഡാർക്ക് ഷെയ്ഡും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഒന്ന് കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത്. താഴെയാണ് നമുക്ക് വർക്കുകളെല്ലാം വന്നിട്ടുള്ളത്. ഇതെല്ലാം ഷുഗർ ബീഡ്സ് ആണ്. ഇതുപോലെ ഷുഗർ ബീഡ്സ് ആണ് ഇതിൻ്റെ ഔട്ട്ലൈനായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് കട്ട് ബീഡ്സ് ആണ്. ഇത് ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ചെല്ല വർക്ക് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ പർദ്ദ ഡിസൈൻ ഒന്ന് കാണാം. ഇതാണ് പർദ്ദ ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ട് ലെയറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഒരു ഓവർകോട്ട് പോലെ ഒരു മുക്കാൽ ഭാഗം ഇറക്കമായിട്ട് അങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡറിലാണ് ഇതിൻ്റെ കൂടുതൽ വർക്കും വരുന്നത്. ഷോൾഡറിൽ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ബീഡ്സ് കൊടുത്തിട്ട് പിന്നെ അതിൽ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്തതാണ്. ഇങ്ങനെയുള്ളൊരു വർക്കാണ് ഈ ഷോൾഡറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷോൾഡറിൽ നിന്ന് സ്ലീവിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് സ്ലീവിൽ തന്നെയാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത്, മേൽഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങ് താഴെ ഒരു ചെറിയൊരു വർക്ക് കട്ട് ബീഡ്സ് വെച്ചിട്ട് ചെറിയൊരു വർക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കൈക്ക് ചുറ്റും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ഓവർകോട്ട് പോലെ ചെയ്തിട്ടുണ്ട്. രണ്ട് ലെയറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെയർ ഇവിടെ വെച്ച്, ഈ ഒരു ലെയർ നമ്മുടെ വേസ്റ്റ് സൈഡ് വെച്ചിട്ട് ഓപ്പൺ ആണ്. വേസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് താഴത്തോട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അത് രണ്ടും ഇവിടം വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ബീഡ്സ് മാത്രമായിട്ട്, അല്ലാതെ ഫ്രണ്ടിൽ വേറെ വർക്കുകളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ കൊടുത്തിട്ടുള്ളത് ബാക്കിലാണ്. ബാക്കിൽ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു പർദ്ദ ഡിസൈൻ ആകുമ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിലെ ഒരു ഡിസൈൻ ചെയ്താൽ അത് നമുക്ക് ഒന്ന് കാണിക്കാനോ കാണാനോ ഒന്നും പറ്റില്ല. ഫ്രണ്ടിലൊരു ഡിസൈൻ ചെയ്താൽ അത് നമ്മൾ ഷാളിടുന്നത് കൊണ്ട് അത് മറിഞ്ഞു പോയി ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കിലൊരു ഡിസൈൻ ആകുമ്പോൾ അതൊരു എടുത്ത് കാണിക്കും. പെട്ടെന്ന് നമുക്ക് കാണാനും പറ്റിയ ഒരു പ്രത്യേക ഡിസൈനായിട്ട്, ഒരു പുതിയ മോഡലായിട്ട് നമുക്കത് കാണിക്കാനും പറ്റും. അങ്ങനെ ആ ഷോൾഡറിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അത്രയാണ് ഈ ഒരു പർദ്ദ ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
നല്ലൊരു കളറാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറാണ്. ഇതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്നൊക്കെ കട്ട് പീസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ